ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈക്കിങ്ങും ക്യാമ്പിങ്ങും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ 3 ഫേവറേറ്റ് ഷൂസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈക്കിംഗ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ഹൈക്കിംഗ് ഗിയർ അഥവാ ഒരു ഹൈക്കിംഗ് ഷൂ ചൂസ് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ ഷൂസ്. ഇത് മെറിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അജിലിറ്റി പീക്ക് 5 എന്ന് പറയുന്നുള്ള ഒരു ഷൂസാണ്. ട്രെയിൽ റണ്ണിങ് ഷൂസാണ്. ഇതിൻ്റെ സോള് വരുന്നത് വൈബ്രം എന്ന് പറയുന്ന ഒരു സോളാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. നല്ല സോഫ്റ്റ് കുഷനിങ് ആയിട്ടുള്ള സോളാണ്. പക്ഷേ ഇത് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഹൈക്കിനകത്തും നമ്മളിപ്പോൾ നല്ലൊരു വാക്കിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ട്രെയിലിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷൂസാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് വളരെ ബ്രെത്തബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ഞാൻ കൂടുതലും ഇത് സമ്മർ ടൈമിനകത്തും പിന്നെ ഡ്രൈ കണ്ടീഷൻസിനകത്തൊക്കെയാണ് ഈ ഷൂസ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു ട്രെയിൽ റണ്ണിങ് ഷൂസ് അയക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ആംഗിൾ സപ്പോർട്ട് വളരെ കുറവാണ്. റിസ്കി ആയിട്ടുള്ള മൗണ്ടൻസോ അല്ലെങ്കിൽ നല്ല എലിവേഷനോ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ ഈ ഷൂസ് മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയറുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ആംഗിൾ നല്ലോണം സ്ലിപ്പ് ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇൻ കേസ് ഇപ്പോൾ ചെറിയൊരു മഴയത്തൊക്കെ നനയുവാണെങ്കിൽ തന്നെ ഇത് നമ്മളൊരു 10-15 മിനിറ്റ്സ് വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഈ ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഷൂസ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാമൂട്ട് എന്ന് പറയുന്നുള്ളൊരു മൗണ്ടനിയറിംഗ് ബ്രാൻഡിന്റെ ഒരു സ്വിസ് മെയ്ഡ് ബ്രാൻഡാണിത്. എനർജി എന്ന് പറയുന്ന ഉള്ളൊരു സീരീസിനകത്ത് വരുന്ന ഒരു മൗണ്ടനിയറിംഗ് ഷൂസ് ആണ്. ഗോർടെക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ് മുകളിനകത്ത്. അപ്പൊ അത്യാവശ്യം വെറ്റ് കണ്ടീഷൻസിനകത്തും സ്ലിപ്പറി ആയിട്ടുള്ള ടെറൈനകത്തൊക്കെ നിങ്ങൾക്ക് ഈ ഷൂസ് ഒട്ടും പേടിക്കാണ്ട് സ്ലിപ്പ് ആകാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഷൂസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൈബ്രം എന്ന് പറയുന്ന സോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടെറൈനകത്താണെങ്കിലും നല്ല ഗ്രിപ്പ്, നല്ല ഫ്രിക്ഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് സോളോ ഹെൽവെലിനൊക്കെ ചെയ്തപ്പോഴേക്കും ഞാൻ ഈ ഷൂസാണ് ഉപയോഗിച്ചത്. ഈ റിഡ്ജൊക്കെ നമ്മൾ കയറുമ്പോഴാണെങ്കിലും വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ടെറൈനാണ്, നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ. ഈ ഷൂസ് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നു അങ്ങനത്തെ ടെറൈനിലോട്ടൊക്കെ ഹൈക്ക് ചെയ്ത് കയറുമ്പോഴേക്കും. കാരണം ഇതിന്റെ ഈ വൈബ്രം എന്ന് പറയുന്ന സോള് ഈവൻ വെറ്റ് കണ്ടീഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നല്ലോണം ഡ്രൈ നല്ല ഡസ്റ്റി ആയിട്ടുള്ള ട്രെയിൽസിനകത്തൊക്കെ ആണെങ്കിലും ഇത് തെന്നാണ്ട് നമുക്ക് നല്ല ഫ്രിക്ഷൻ തരുന്നുള്ളൊരു ഷൂസാണ്. ഇതിന്റെ നല്ല അത്യാവശ്യം കുഷനിങ് ആയിട്ടുള്ള സോളാണ് വരുന്നത്. നമ്മുടെ ഈ മെറിലിന്റെ ട്രെയിൽ റണ്ണിങ് ഷൂസിന്റെ ടിപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പോയിന്റഡ് ആയിട്ടുള്ള ടിപ്പാണ്. ഈ മാമൂട്ടിന്റെ ഈ ഷൂസ് വരുന്നത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിരലുകളെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബൂട്ടാണ്. ഇത് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് കിഷോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ MH100 എന്ന് പറയുന്നുള്ളൊരു വാട്ടർ പ്രൂഫ് ബൂട്ടാണ്. ഇത് ഞാൻ മോസ്റ്റ്ലി വിന്റർ സമയത്തും പിന്നെ എക്സ്ട്രീം മഴയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൂട്ടാണിത്. ഇത് ഞാൻ ഒരുപാട് വെറ്റ് കണ്ടീഷനകത്തും അതുപോലെ തന്നെ നല്ല വിന്റർ സ്നോ കണ്ടീഷനകത്തൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എൻ്റെ ലാസ്റ്റ് വിന്റർ ഹൈക്കിനകത്ത് ഞാൻ ഈ ബൂട്ടിന്റെ കൂടെ കെഷോയുടെ തന്നെ ഒരു മൈക്രോ സ്പൈക്സ് ഒക്കെ മേടിച്ച് ഫിറ്റ് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റുന്നുള്ളൊരു ഷൂസാണ്. ഒരുപാട് വെയിറ്റും വരുന്നില്ല. സാധാരണ ബൂട്ട് പോലെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാല് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല കുഷനിങ് ഒക്കെയാണ് ഇതിന്റെ ആംഗിൾ സപ്പോർട്ടിനകത്തും ഇതിന്റെ സോളും വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സോളായി. ഇതുവരെ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. ക്രോസ് കോണ്ടാക്ട് എന്ന് പറയുന്ന കെഷോയുടെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് സോളാണ് വരുന്നത്. ഇതും അത്യാവശ്യം എല്ലാ ടെറൈനകത്തും നല്ല ഗ്രിപ്പ് വരുന്നുള്ളൊരു സോളാണ്. മാത്രമല്ല ഇതൊരു ബൂട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ആംഗിൾ സപ്പോർട്ടും ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ അങ്ങനത്തെ വെറ്റ് കണ്ടീഷനകത്തും വിന്റർ സമയത്തൊക്കെ നമ്മൾ ഹൈക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആംഗിൾ സപ്പോർട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വിന്ററിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഷൂസ് അല്ലെങ്കിൽ മഴയത്ത് ഉപയോഗിക്കുന്ന ഈ ഷൂസ് ഇട്ട് നമുക്ക് സമ്മറിനകത്ത് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിനകത്ത് അത്രയും കുഷനിങ്ങും ഇത് അത്രയും കവേർഡും അയക്കുന്നതുകൊണ്ട് നമ്മുടെ കാല് പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും, കാല് ബേൺ ആവുന്ന പോലത്തെ ഒരു ഫീൽ ആവും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഷൂ ഊരി ആ ഒരു എയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ബ്രെത്തബിൾ ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കാല് എപ്പോഴും ആ ഒരു എയർ ഫ്ലോ ഉണ്ടാവും ഷൂസിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഡ്രൈ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ലോങ് ആയിട്ട് നമുക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ മഴയാണെങ്കിലും വെറ്റ് കണ്ടീഷൻ ആണെങ്കിലും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ട്രെയിൽ റണ്ണേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, വാട്ടർ പ്രൂഫും ആയിരിക്കും. പക്ഷെ വിന്റർ സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലത്തെ ഒരു വാട്ടർ പ്രൂഫ് ബൂട്ട് അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഹൈക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു ഷൂ ചൂസ് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ഒരു റാൻഡം ഹൈക്കിംഗ് ഷൂ ചൂസ് ചെയ്യാണ്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ കണ്ടീഷൻസും ടെറൈനും എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്രോപ്പർ ഷൂ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ജേർണി മച്ച് ബെറ്റർ ആവും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഹൈക്കിംഗ് ഷൂ ഏതാണെന്ന് വെച്ചാൽ അത് കമൻസിനകത്തൊന്ന് മെൻഷൻ ചെയ്യുക.